മാസം കഴിഞ്ഞ് പിന്നെ ഇത് ശരിയായി, ഇനി നമ്മളിന്നാ പോണേ, നമ്മുടെ യാത്രയൊക്കെ മുടങ്ങി, ആകെ പ്രോബ്ലം. അതുപോലെ നമുക്ക് സെർവർ ഡൗൺ ആണെന്നുള്ളൊരു മെസ്സേജ് മുൻകൂട്ടി തരികയാണെങ്കിൽ ഇവിടെ വന്ന് ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ 8:30 ഇവിടെ വന്ന് നിൽക്കണതാണ്. ഈ സമയം വരെയായിട്ടും ഇത് ശരിയായിട്ടില്ല. ആലുവയിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് മുമ്പിലാണ് ഇപ്പോൾ മീഡിയ വൺ സംഘം ഉള്ളത്. രാജ്യത്തുടനീളം പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ പണിമുടക്കിയിരിക്കുകയാണ്. മീഡിയ വൺ വാർത്താ സംഘമാണ് രാജ്യത്താദ്യമായി ഇക്കാര്യം പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത്. ഈ കേന്ദ്രത്തിൽ മാത്രം പ്രതിദിനം 600 പേരാണ് ഈ സേവനത്തിനെത്തുന്നത്. പാസ്പോർട്ട് പുതുക്കുക അടക്കമുള്ള സേവനങ്ങളാണ് ഇവിടെ ലഭ്യമാകുന്നത്. പുതിയ പാസ്പോർട്ട് എടുക്കാനും ഇവിടെ എത്തണം. നേരത്തെ തന്നെ പണമടച്ച് കൃത്യമായ സമയം ബുക്ക് ചെയ്താണ് ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത്. പലരും ദൂരദേശത്ത് നിന്നടക്കം വന്നവരാണ്. പ്രത്യേകിച്ച് ചിലർക്കെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വിദേശത്തേക്ക് എത്തേണ്ടവരുണ്ട്. അവർക്ക് പാസ്പോർട്ട് പുതുക്കുക എന്നത് വളരെ പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യമാണ്. അവരെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ചില കാര്യമാണ്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നമുക്ക് കാണാം നൂറുകണക്കിന് പേർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ നൽകുന്ന വിശദീകരണം സെർവർ തകരാറിലാണ് എന്നതാണ്. ഇതിൽ എന്തെങ്കിലും തങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യാനില്ല, ദേശീയ തലത്തിൽ തന്നെ സെർവർ തകരാറിലാണ് എന്നതാണ് ഇവർ നൽകുന്ന വിശദീകരണം. ടാറ്റ കൺസൾട്ടൻസിയും സർക്കാരും ചേർന്നാണ് ഇത്തരത്തിലൊരു സേവനം നൽകുന്നത്. എന്താണ് നേരത്തെ വന്നതാണോ, ഇപ്പോ എത്തിയതാണോ, എവിടുന്നാ വരുന്നത്? ഞാൻ ചാലക്കുടി നിന്നാണ് വരുന്നത്. രാവിലെ 10 മണിക്കായിരുന്നു അപ്പോയിൻമെന്റ്. പക്ഷേ രാവിലെ 8:45 മുതൽ തന്നെ സെർവർ ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് ഇതുവരെ അതിന്റെ പ്രോസസ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അധികൃതർ എന്താ പറയുന്നത്? നിങ്ങൾക്ക് സേവനം നൽകാൻ കഴിയുമെന്ന് പറയുന്നുണ്ടോ? അത് ഇവരുടെ മിസ്റ്റേക്ക് അല്ല. ഓൾ ഇന്ത്യ എല്ലാവരുടെയും ഈ സെർവർ ഡൗൺ ആയിരിക്കുകയാണ്. അതുകൊണ്ട് വേറെ പ്രോസസ്സിംഗ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഇവർ അറിയിച്ചത്. ഇനി വീണ്ടും വരണം? ഇനി കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാണ്. ഇല്ലെങ്കിൽ നമ്മളത് റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. തീർച്ചയായും അധികൃതർ പറയുന്നത് വീണ്ടും മറ്റൊരു ദിവസത്തേക്ക് ഈ സ്ലോട്ട് ബുക്ക് ചെയ്യാം എന്നതാണ് ഇവർ നൽകുന്ന വിശദീകരണം. മാത്രമല്ല പ്രായമേറിയവർക്ക് ഈ സ്ലോട്ട് ബുക്ക് ചെയ്യാതെ തന്നെ നേരിട്ട് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ സേവനം ലഭിക്കും എന്നും പറയുന്നുണ്ട്. കൈക്കുഞ്ഞുങ്ങളുമായടക്കം ആണ് ധാരാളം പേർ ഇവിടെ വന്നിരിക്കുന്നത് എന്നത് കാണേണ്ടതുണ്ട്. ധാരാളം പേർ രാജ്യത്താകമാനം ഇത്തരത്തിൽ ആയിരക്കണക്കിന് പേർ വലയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് കൂടുതൽ ആളുകളോട് തന്നെ ചോദിക്കാം, എന്താണ് ഇപ്പോഴുള്ള അവസ്ഥ? എന്താണ് നിങ്ങൾ രാവിലെ 8 മണിക്ക് എത്തിയാണ്, 10:15 അപ്പോയിൻമെന്റ്. നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് സെർവർ ഡൗൺ ആണെന്നുള്ളൊരു മെസ്സേജ് മുൻകൂട്ടി തരികയാണെങ്കിൽ ഇവിടെ വന്ന് ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്കിൽ നമുക്ക് അടുത്ത പുറത്തേക്ക് പോകേണ്ടതായിരുന്നു. തീർച്ചയായും ഉടൻ പുറത്തു പോകേണ്ട, ഉടൻ വിദേശത്ത് പോകേണ്ട ആവശ്യമുള്ളവരടക്കമാണ് ഇവിടെ ഇത്തരത്തിൽ വലയുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കൈക്കുഞ്ഞുങ്ങളുമായടക്കം വന്ന് മണിക്കൂറുകൾ കാത്തുനിന്ന് സേവനം ലഭിക്കാതെ ദൂരദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ട ദുരവസ്ഥയിലാണ് ഇവരുള്ളത്. ദേശീയ തലത്തിൽ തന്നെയുള്ള പ്രതിസന്ധിയായിട്ടും ഇതിൽ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടില്ല എന്നതും കാണേണ്ടതാണ്. രാജേഷിനൊപ്പം മുഹമ്മദ് സാലിഹ്, മീഡിയ വൺ. ഞാൻ രാവിലെ 8:30 ഇവിടെ വന്ന് നിൽക്കണതാണ്. ഈ സമയം വരെയായിട്ടും ഇത് ശരിയായിട്ടില്ല. ഇതിനിപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ സ്ലോട്ട് കിട്ടണമെങ്കിൽ ഇനി 1 മാസം കഴിയണം. ഇന്നിപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ ഇനി നാളെ ഒന്നും ഇവിടെ നടപടിയില്ല. ഇനി സ്ലോട്ട് കിട്ടി നമ്മൾ 1 മാസം കഴിഞ്ഞ് സ്ലോട്ട് കിട്ടി വീണ്ടും വന്നാലേ നമുക്ക് ശരിയാവുള്ളൂ. എനിക്കൊക്കെ അടുത്ത ആഴ്ച ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ടതാണ്. ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ എന്തെങ്കിലും ഇവർ പറയണ ഒന്ന് കൈ മലത്താണ് ഇവിടെ ചെയ്യുന്നത്. എന്തും ചെയ്യാൻ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല ഇത് സംബന്ധിച്ച്? അറിയിപ്പും കിട്ടില്ല. അറിയിപ്പിട്ടില്ല ഞങ്ങൾ വരില്ലല്ലോ. ഞാൻ 8:40 വന്ന്, എനിക്ക് 8:40 സ്ലോട്ട്. ഇപ്പൊ സമയം 2 മണി ആവറായില്ലേ. ഈ സമയം വരെ നോക്കി നിൽക്കണം നമ്മൾ. ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇനി എന്ന് വരണമെന്നും ഇവർ നിർദ്ദേശിക്കുന്നില്ല? ഇല്ല, ഇനി നമ്മൾ ഇത് എവിടെയാണോ ചെയ്ത് അവിടെ പോയിട്ട് നമ്മൾ ആ കമ്പ്യൂട്ടർ കയറി നമുക്കൊരു സ്ലോട്ട്, അടുത്തൊരു സ്ലോട്ട് കിട്ടണം. അതിന് 1 മാസം വെയിറ്റ് ചെയ്യണം. 1 മാസം കഴിഞ്ഞ് നമുക്ക് സ്ലോട്ട് കിട്ടുള്ളൂ. അത് ഇപ്പൊ ഇത് തന്നെ 1 മാസം കഴിഞ്ഞ് കിട്ടിയ സ്ലോട്ടിലാണ് നമ്മളിപ്പോ വന്നേക്കണത്. ഒരു ടൈമിലാണ് വന്നേക്കണത്. ഇനി 1 മാസം കഴിഞ്ഞ് പിന്നെ ഇത് ശരിയായി, ഇനി നമ്മളിന്നാ പോണേ, നമ്മുടെ യാത്രയൊക്കെ മുടങ്ങി, ആകെ പ്രോബ്ലം.